എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഈ മഴ സമയത്തും നമുക്ക് നല്ല നല്ല ഫെർട്ടിലൈസർ നമ്മുടെ റോസാ ചെടിക്ക് കൊടുക്കാം. കൊടുക്കേണ്ടതായിട്ടുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റോസാ ചെടി മുതൽ ഏത് ചെടിയും നിറഞ്ഞു പൂക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ന് നല്ല 2 ഫെർട്ടിലൈസറാണ് ഞാൻ കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ഈ മഴക്കാലത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. മുരടിപ്പൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണണം. പ്രധാന പ്രശ്നമാണ് റോസാ ചെടിൻ്റെ മുരടിപ്പല്ലേ. മുരടിപ്പ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് നല്ലൊരു വളം ചെയ്ത് കൊടുക്കാം, പൗഡർ രൂപത്തിലുള്ള. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മുരടിപ്പ് മാത്രമല്ല, കാൽസ്യത്തിൻ്റെ കുറവുണ്ടാകുന്ന എല്ലാ പ്രശ്നവും അതുപോലെ തന്നെ നിറഞ്ഞു പൂക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ മുട്ടത്തോട്. ഈ മുട്ടത്തോട് നമ്മൾ നേരത്തെ തന്നെ വെയിലത്ത് ഉണക്കി പൊടിച്ചു വെക്കണം. പുഴുങ്ങിയ മുട്ടയുടെ തോടല്ല, വാട്ടിയ മുട്ടയുടെ തോടാണ് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ നേരത്തെ പൊടിച്ച് വെക്കും. പൊടിച്ചൊരു പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കും കേട്ടോ, കാറ്റ് കയറാതെ. എന്നിട്ട് ഇതുപോലെ മഴ സമയത്ത് നമ്മൾ കൊടുക്കുമ്പോൾ ഒരുപാട് ചെടിച്ചട്ടിക്കകത്തൊക്കെ പുല്ലൊക്കെ കാണും. അതെല്ലാം നന്നായിട്ട് പറിച്ച് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം ചുറ്റും ഇട്ട് കൊടുക്കുക. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും. ചെയ്ത് നോക്കുക, എന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. കുറേ പേര് പറയും മഴക്കാലത്ത് ഒത്തിരി വളങ്ങൾ കൊടുക്കണ്ടെന്ന്. പക്ഷേ ഞാൻ മഴ സമയത്ത് ഒത്തിരി വളം കൊടുക്കാറില്ല. പൗഡർ രൂപത്തിലുള്ള വളങ്ങളാണ് കൂടുതൽ കൊടുക്കാറില്ല. പൗഡർ രൂപത്തിലുള്ളതാണെങ്കിലും ലിക്വിഡ് രൂപത്തിലുള്ളതാണെങ്കിലും മഴയൊന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ നമ്മുടെ ചെടിച്ചട്ടിക്കകത്തെ പുല്ലുമെല്ലാം ഒന്ന് പറിച്ച് കളഞ്ഞതിന് ശേഷം മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ റോസാച്ചെടിയുടെ ചുവട്ടിലുള്ള മണ്ണ് ഒത്തിരി പോയി മാറി നിൽക്കുന്ന കാണാം. ഒത്തിരി മണ്ണ് ഒലിച്ചു പോകും മഴ സമയത്തൊക്കെ. അപ്പം നമ്മൾ നല്ലൊരു പോട്ടി മിക്സ്, എല്ലുപൊടിയും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കുമായം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരാഴ്ച ഒന്ന് ട്രീറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ ചോട്ടിലോട്ട് ഇട്ട് കൊടുക്കുക. അതും ഒത്തിരി നല്ലതാണ്. നമ്മുടെ ചെടികൾ നല്ല ഗ്രോത്ത് ഉണ്ടാവാനായിട്ടും പുതിയ വളക്കൂറുള്ള മണ്ണിലാകുമ്പം നല്ല രീതിയിൽ ചെടികൾ ഗ്രോത്തോടുകൂടി വളർത്തുന്ന നല്ല പുതിയ തളിർപ്പുകളും പൂമൊട്ടുകളും ഒക്കെ വന്ന് നിറയാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെടി ഹെൽത്തി ആയിട്ട് വളരും. നമ്മുടെ ഏത് ബഡ് റോസ് ആണെങ്കിലും നമുക്ക് വർഷങ്ങളോളം നല്ല രീതിയിൽ പിടിച്ചു കിട്ടും. അതുപോലെ തന്നെ എപ്പോഴും പ്രൂണിങ് അത്യാവശ്യമാണ്. റോസ പൂ വിരിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞാൽ ഉടനെ പ്രൂൺ ചെയ്യുന്നത് മറക്കല്ലേ. അപ്പോൾ പ്രൂൺ ചെയ്താൽ മാത്രമേ എല്ലാ ശിഖരങ്ങളിൽ നിന്നും പുതിയ തളിർപ്പുകൾ ഇതുപോലെ വന്ന നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിക്കണേ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് നാളായ റോസയാണ്. ഇപ്പോൾ 2 കൊല്ലത്തോളമായി നല്ല രീതിയിൽ പൂക്കളുണ്ട്. അപ്പോൾ ഓരോ ചെടിയിലും നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ മാത്രമല്ല, നല്ല വലിയ പൂക്കളും നല്ല കളറോടുകൂടിയുള്ള പൂക്കൾ ഉണ്ടാവാനായിട്ട് നല്ലൊരു ഫെർട്ടിലൈസർ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നമ്മൾ നല്ല മഴയൊക്കെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് മഴ മാറി നിൽക്കുന്ന സമയത്ത് മാത്രം നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മുടെ റോസാ ചെടി ഇതുപോലെ നിറഞ്ഞ് നല്ല കൊലയായിട്ട് നല്ല കട്ടക്കണക്കിന് പൂക്കളുണ്ടാകും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഒരു 3 ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തേയിലപ്പൊടി നമുക്ക് ധാരാളം NPK അടങ്ങിയാണ് തേയിലപ്പൊടിക്കകത്ത്. അതുകൊണ്ട് തേയിലപ്പൊടി ഒത്തിരി നല്ലതാണ് നമ്മുടെ ചെടികൾക്ക് പൂക്കാനായിട്ട് കേട്ടോ. അപ്പോൾ തേയിലപ്പൊടി നന്നായിട്ട് തിളപ്പിച്ച തേയിലയുടെ കാര്യങ്ങളെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു കുപ്പി എടുത്ത് വെക്കുക കേട്ടോ. ഈ കുപ്പിക്കകത്തോട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ സാമ്പാറൊക്കെ നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ വേസ്റ്റൊക്കെ കാണുമല്ലോ. അപ്പോൾ അതൊന്നും കളയണ്ട. ഉള്ളിത്തൊലി തൊട്ട് സവോളത്തൊലി എന്താണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിട്ടിട്ട് നമുക്ക് നല്ല രീതിയിലാണ് ഇത് പുളിപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കണ്ടിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം ഇത് നമുക്ക് ആവശ്യത്തിനുള്ള, അപ്പം ഞാൻ സാമ്പാർ വെച്ചതിൻ്റെ ബാക്കി വേസ്റ്റ് എല്ലാം കൂടെയാണ് ഇടുന്നത്. എന്തെല്ലാം ഉണ്ടോ നമുക്കിപ്പോൾ എന്താണ് നമ്മൾ സാമ്പാറിന് എടുക്കുന്നത് അതെല്ലാം നമുക്കിടാം. അല്ലെങ്കിൽ തന്നെ അന്നേരമുള്ള രാവിലെ എന്തൊക്കെ പച്ചക്കറികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് മുതൽ സവോള മുതൽ വെള്ളരിക്ക അങ്ങനെ എന്തെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു കുപ്പിക്കകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ തിളപ്പിച്ച് വെച്ച ആ ഒരു തേയിലവെള്ളം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മൊത്തം ഒഴിച്ചു കൊടുക്കാം. അരിച്ചെടുക്കുകയൊന്നും വേണ്ട. അതോടുകൂടി തന്നെ നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു അടിപൊളി നല്ലൊരു NPK ഫെർട്ടിലൈസറാണിത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന നല്ലൊരു ജൈവവളമാണ്. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ചുകൂടെ കൂടി ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര നമ്മുടെ മണ്ണിലുള്ള നല്ല സൂക്ഷ്മാണുക്കളെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതും അതുപോലെ തന്നെ ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ലാതെ നല്ല സൂക്ഷ്മാണുക്കൾ നമ്മുടെ ആ ഒരു വളത്തിൽ വർദ്ധിക്കുന്നത് മൂലം നമ്മുടെ ആ ഒരു വളത്തിന്
ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നല്ല രീതിയിലുള്ള ഒരു ഫെർട്ടിലൈസർ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ അതുകൊണ്ട് ഇതുപോലെ നല്ലവണ്ണം ഒരു 3-4 ദിവസം നന്നായിട്ട് പുളിപ്പിച്ചെടുത്തു. ഇതുപോലെ കുപ്പിക്കകത്ത് തന്നെ അടച്ച് പുളിപ്പിക്കണം. കാരണം കാറ്റൊന്നും കയറാതെ പ്രാണികളൊന്നും കയറാതെ നല്ല രീതിയിൽ അടച്ച് പുളിപ്പിക്കണം. വേണമെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരാഴ്ച വരെ നമുക്ക് ഇതുപോലെ വെക്കാം. അപ്പം നല്ല രീതിയിലുള്ള പവർഫുൾ ആയിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് മാത്രം മതി നമ്മുടെ ചെടികൾക്ക് നല്ലവണ്ണം പൂക്കളുണ്ടാവാനായിട്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ ഇതുപോലെ തന്നെ അടച്ച കുപ്പിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഈ ഒരു അടച്ച കുപ്പിയിൽ സൂക്ഷിച്ചിട്ട് കുറച്ച് പഴത്തൊലിയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും കുറേ ദിവസം വെച്ച് കഴിഞ്ഞ് നല്ലപോലെ വീണ്ടും പുളിച്ച് കിട്ടും. പിന്നെ അത് അരിച്ചെടുത്തിട്ട് വേറൊരു കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് 5 മില്ലി വീതം എടുത്തിട്ട് നമുക്ക് ചെടികൾക്ക് 1 ലിറ്റർ 1.5 ലിറ്റർ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികളുടെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കാം, സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ പുളിപ്പിച്ചിട്ട് 3-4 ദിവസം പുളിപ്പിച്ചതിന് ശേഷം അരിച്ചെടുത്തു കേട്ടോ. അരിച്ചെടുത്ത് ഒഴിച്ചിട്ട് ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3-4 ലിറ്റർ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികളുടെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കാം. റോസാ ചെടി മുതൽ ഏത് ചെടികൾക്കും പച്ചക്കറി തൈകൾക്കും ഇൻഡോർ പ്ലാന്റ്സിനും ഔട്ട്ഡോർ പ്ലാന്റ്സിനും എല്ലാം നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കാരണം ഇതിന് യാതൊരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല. മിക്കവർക്കും ഒരു പ്രശ്നമാണല്ലോ, പച്ചക്കറി വേസ്റ്റൊക്കെ പുളിപ്പിക്കുമ്പോൾ ബാഡ് സ്മെല്ല് വരുന്നു എന്നുള്ളത്. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണേ. നല്ല രീതിയിൽ പുളിച്ച് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു സ്മെല്ലും ഇല്ലാതെ നമുക്ക് നന്നായി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് പൊതുവേ ഈ ബാഡ് സ്മെല്ലുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ മിക്കപ്പോഴും വളങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശർക്കര പീസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ശർക്കര പീസ് വളരെ നല്ലതാണ് നമ്മുടെ ചെടികൾക്ക്. അതുപോലെ തന്നെ പുളിപ്പിക്കുന്ന ആ ഒരു ബാഡ് സ്മെല്ല് കാര്യങ്ങളും ഇല്ലാതെ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ ഇതുപോലെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്നു. എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ല കേട്ടോ.